ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ UK ഞാൻ MBA പഠിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ അവിടെ ഒരു 100 മേളിൽ ജോബ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഒരു കമ്പനിക്ക് പോലും നമ്മളെ വേണ്ട. അപ്പൊ അതൊരു സംഭവമായിരുന്നു അത് UK. അപ്പൊ ഞാൻ പിന്നെ എന്റെ വെക്കേഷന് വന്നു. ആദ്യമായിട്ട് തന്നെ 2 വർഷങ്ങൾക്ക് ശേഷം എന്റെ വെക്കേഷന് ഞാൻ വന്നു. ഇവിടെ വെക്കേഷന് വന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇൻഫോബാങ്ക് ജോബ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കാണാണ്. അപ്പൊ വെബ്സൈറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് അവിടെ കുറെ ജോലികൾ അപ്ലൈ ചെയ്തു, കുറെ മെയിലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ജോലി നമുക്ക് കിട്ടിയില്ല. അവസാനം ഒരു കോള് വരാണ്. അത് എൽസിയുടെ കോളായിരുന്നു. അതായത് നിങ്ങളുടെ പ്രൊഫൈല് ഓക്കെ നല്ലതാണ്, ഒന്ന് വരാൻ പറ്റുമെന്ന് പറഞ്ഞു ഓഫീസിലേക്ക്. ഞാൻ ഡയറക്റ്റ് മാഡിയുള്ള ദിവസം വന്നു. അങ്ങനെ മാഡിനെ കണ്ടു. മാഡി പറഞ്ഞു ഓക്കെ യുവർ അപ്പോയിന്റഡ് എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു എന്റെ ജീവിതത്തില്. അതായത് ഇതുവരെ ഇത്രയും നല്ലൊരു പ്രൊഫഷണൽ ജോബിലേക്കും കയറിയിട്ടില്ല. ഞാൻ പച്ചക്കറി കടയിലൊക്കെയാണ് വർക്ക് ചെയ്തത്. പച്ചക്കറി കട, പെയിന്റിങ് പണി, അങ്ങനെ കുറെ പരിപാടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ജോബ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഡി വഴിയും പിന്നെ ആ ഒരു മാനേജ്മെന്റിനോട് പ്രത്യേകം താങ്ക്സ് ഉണ്ട് എനിക്ക്. പിന്നെ കൂടാണ്ട് ഈ ഒരു ഫാമിലി ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഞാൻ കാരണം ഇവിടെ രാവിലെ നേരത്തെ വന്നായിരുന്നു. രാവിലെ നേരത്തെ വന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം പെട്ടെന്നൊക്കെ ഇറങ്ങി പോണേലും കുഴപ്പമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതല്ല സംഭവം. അല്ല അത് പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് എത്തിയപ്പോ എനിക്ക് ചെറിയൊരു വിഷമമായി. അത് ഞാൻ മേളിൽ പോയി ഒരു വെച്ച് ഞാൻ പിന്നെ മമ്മീനൊക്കെ ഒന്ന് വിളിച്ചു. അപ്പൊ മമ്മി പറഞ്ഞു അത് കുഴപ്പമില്ല. കാര്യം മമ്മി ഞാനും കൂടിയാണ് ആദ്യമായിട്ട് ഓഫീസിൽ വരുന്നത്. ആ ഒരു രംഗം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഡയറക്ടർ മാഡി ഉണ്ട്, പിന്നെ എന്നെ അശ്വിന ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായി. അപ്പൊ അവര് രണ്ടുപേരും പറഞ്ഞു. പിന്നെ എൽസ എന്നോട് പറഞ്ഞു അത് നിന്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് എടുത്തത്, നിന്റെ ലേണിംഗ് കേപ്പബിലിറ്റി കണ്ടിട്ട് എടുത്തതെന്നൊക്കെ പറഞ്ഞു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ലൈഫിൽ ഇവിടെ കുറെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം, കോൺഫിഡൻഷ്യലാലിറ്റി, അതായത് കുറച്ച് കോൺഫിഡൻഷ്യലാവാനും കുറച്ച് കാര്യങ്ങളും ഉത്തരവാദിത്വം കുറച്ച് എല്ലാം ഞാൻ പറയില്ല, കുറച്ച് എനിക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റി. കുറച്ചല്ല, അതൊരു ശരിക്കും ഫ്യൂച്ചറിൽ ഞാനിപ്പോ പോകാൻ പോകുന്ന കമ്പനിയിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ ഈ കേക്ക് മുറിക്കലിൽ മാത്രം നിൽക്കരുത് ഞാൻ പറയണേ.